എൻ്റെ പേര് ദേവസ്യ ഗുരുക്കൾ എന്നാണ്. പൈസിക്കരിയിലാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് അയ്യൻകാനാൽ ഗുരു പാരമ്പര്യ കളരി മർമ്മ വൈദ്യ എന്നാണ്. 35 കൊല്ലത്തിലധികമായി ഇവിടെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തു വരുന്നു. ഞാൻ വടകരയുള്ള കളരിയിൽ നിന്നാണ്. 21 വർഷക്കാലത്തോളം ഞാൻ ഒരു ഗുരുക്കളുടെ കീഴിൽ ഞാൻ ചികിത്സാ വിധികൾ പഠിച്ചതാണ്. ഞാൻ കൂടുതലും ചെയ്യുന്നത് കളരി മർമ്മ ചികിത്സ വിധിപ്രകാരമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനുണ്ട് വേദനയൊക്കെ കുറവുണ്ട്. കൈ പൊന്തിച്ച് മടക്കി പൊന്തിച്ച്. നേരത്തെ ഇങ്ങനെ കൈ പൊന്തിയല്ലായിരുന്നല്ലോ, നല്ല വേദനയല്ലായിരുന്നു. ഓക്കെ, മറ്റേ കൈ ഇടത് കൈ നോക്കിയേ. ഇടത് കൈയിന് വേദന എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട് അല്ലേ? ഇന്നലത്തെ അപേക്ഷിച്ച് വേദന എത്ര ശതമാനം കുറവുണ്ട്? നല്ല കുറവില്ലേ? പേര് അശോകോഷ്, സ്ഥലം പയ്യാവൂര്. ഇത് ജിമ്മിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഷോൾഡർ ചെറുതായിട്ടൊന്ന് ഇളകിയതാണ്. ഇപ്പം 3ാമത്തെ ദിവസമാണ് ചികിത്സ. ഇപ്പം ആശ്വാസമുണ്ട്. ഹലോ എവരി വൺ, മൈ നെയിം ഇസ് നെൽസൺ ചോക്കാട്ട്. എൻ്റെ കാലിലൊരു ക്ലൈംബിംഗ് ലാഡർ എന്താണെന്ന് വെച്ചാൽ എടുത്ത് ചെരിച്ചു വെച്ചെടുത്തുനിന്ന് ഫീറ്റിലേക്ക് വീണതാണ്. അപ്പോൾ അത് ഞാൻ ആദ്യത്തെ 2-3 ദിവസം കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. കുറച്ച് ഓയിലൊക്കെ ഇട്ട് അവിടെ ഇരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്വെല്ലിങ് ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ഇവിടെ വന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 4 ദിവസം 5 ദിവസമായിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വ്യത്യാസം കാണുന്നുണ്ട്. സ്വെല്ലിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പെയിൻ ഉണ്ട്. അതും ഐ എം ഷുവർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഹീൽഡ് വെരി സൂൺ. താങ്ക് യു സോ മച്ച്. ഈ പേഷ്യൻ്റ് ഏതോടിൽ നിന്ന് വന്ന ആളാണ്. ഈ ആൾക്ക് വെയിറ്റ് ഒരു സൈഡിൽ നിന്ന് ചെരിഞ്ഞ് വെയിറ്റ് എടുത്തപ്പോൾ ഉണ്ടായ ഒരു ചെറിയ ഡിസ്കിൽ ചെറിയൊരു വേരിയേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന ആളാണ്. അതുപോലെ തന്നെ മസിൽസിന് ചെറിയ ഒരു വലിച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലിഗമെൻറ്റിനും ചെറിയൊരു വലിച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമികപരമായിട്ട് നമ്മളത് അലൈൻമെൻറ്റ് റൈറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് ആദ്യം ചെയ്തു നമ്മളതെല്ലാം ക്ലിയർ ചെയ്തു. ഇപ്പം വേദന ഇല്ലെന്നാണ് പറയുന്നത്. എങ്കിലും നമ്മൾ എന്ത് വെച്ചാൽ ഇത് മസാജ് ചെയ്ത് ഉഴിച്ചിൽ ചെയ്ത് ഈ പേഷ്യൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വടിപ്പിട്ടിട്ട് നമ്മൾ ബാൻഡേജ് ചെയ്തു. എന്നിട്ട് 3ാമത്തെ ദിവസം വന്ന് കഴിച്ച് വീണ്ടും എന്താണോ ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ അന്നത്തെ താതാത്മ്യപ്പെടുത്തിയിട്ട് അപ്പോഴത്തെ അവസ്ഥയ്ക്കനുസരിച്ച് വീണ്ടും അതിനനുയോജ്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ നടുവേദനയുണ്ട് കേട്ടോ. ഇല്ലേ? നേരത്തെ ഇതിന് മുമ്പ് ഈ പ്രശ്നമുണ്ട്. പ്രശ്നമല്ല. കൈ കുത്തിപ്പോകട്ടെ. എൻ്റെ പേര് റേണു കെ അഗസ്റ്റിൻ. വീട് പട്ടിയാത്തോടാണ്. ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ടെസ്റ്റിംഗ് ലാബാണ് ഞങ്ങളുടെ. മെക്കാനിക്കൽ ടെസ്റ്റിംഗ് ആണ് മോസ്റ്റ്ലി. പിന്നെ ഒരു ഇലക്ട്രിക് ലാബും ഉണ്ട്. അപ്പോൾ ഞാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ നടുവ് ചെറുതായി മിന്നിയിട്ട് വന്നതാണ്. ഇടയ്ക്ക് ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് വെയിറ്റ് പൊന്തിച്ചപ്പോൾ ജസ്റ്റ് നടു മിന്നിപ്പോയി. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ നാട്ടിൽ ലീവ് എടുത്ത് വന്നതാണ്. ഇപ്പോൾ ഉള്ളത് പൈസക്കരി ദേവസ്യ ഗുരുക്കളുടെ അടുത്താണ് ഉള്ളത്. തിരുമ്മിക്കാനും കെട്ടാനും ഒക്കെ ആയിട്ട് വന്നതാണ്. നേരത്തെ എന്ന് വെച്ചാൽ കുറേ നേരം നിൽക്കാനോ ഇരിക്കാനോ സാധ്യമല്ലായിരുന്നു. പെട്ടെന്ന് എണീക്കുമ്പോൾ ഒരു പിടുത്തവും, അതുപോലെ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ അതുപോലെ വേദനയും പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ ഇത് കഴിഞ്ഞ് കെട്ടി ഇപ്പോൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നേരത്തെ പോലെ അല്ല, എണീറ്റ് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് വേദന ഇല്ലാണ്ട്. നേരത്തെ ഒരു പിടുത്തം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. പിന്നെ അതുപോലെ നടക്കാനും ഇരിക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു. എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ പയ്യാവൂരും മരുതഞ്ചാലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ദേവസ്വഗുരുക്കൾക്ക് വരാൻ കാരണം എൻ്റെ കൊച്ചിനൊരു ഷോൾഡറിൻ്റെ വേദനയും വൈഫിന് പുറം വേദനയൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷേ ഞാനിതിന് മുന്നേ ഇവിടെ വന്നിരുന്നു. എനിക്ക് ബാക്ക് പെയിനായിട്ട് ഒരു 16-17 വയസ്സിൽ ഞാൻ മരത്തിൽ നിന്ന് വീണിരുന്നു. മരത്തിൽ വീണപ്പോൾ എൻ്റെ ബാക്ക് പെയിൻ നട്ടലിന് വേദനയായിട്ട് അങ്ങനെ പോയി ചികിത്സിച്ചൊന്നുമില്ല, തിരുമ്മിയൊന്നുമില്ല. അന്ന് അവിടുത്തെ നാട്ടുകാരെ കൊണ്ട് കുറച്ച് തിരുമ്മിക്കുകയോ ചെയ്ത് അങ്ങനെ പോയി. പക്ഷെ വേദന കുറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് വേദനയാണ്. കുറച്ച് 2-3 വർഷം മുന്നേ വേദനകളൊക്കെയായിരുന്നു. ഇവിടെ വന്നിട്ട് അത് തിരുമ്മി, ദേഹം തിരുമ്മി ശരിക്കത് ഇപ്പം വേദനയെല്ലാം കുറഞ്ഞ് നല്ല കണ്ടീഷനായി.
ഇപ്പം അതിൻ്റെ ബേസിലാണ് എൻ്റെ കുട്ടിയെ കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് തിരുമ്പം വന്നിരിക്കുന്നത്. എൻ്റെ പേര് സുനിത. ഞാൻ മരുതഞ്ചാലാണ്, പയ്യാവൂർ മരുതഞ്ചാലാണ് താമസിക്കുന്നത്. എനിക്ക് നടുവേദനയായിട്ട് ഞാൻ 2 വർഷം മുന്നേ ഇവിടെ വന്നിട്ട് ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മൊത്തം തിരുമുകയാണ് ചെയ്തത്. തിരുമ്മി നടുവേദന ഉണ്ടായിരുന്നു, കൈക്ക് മരപ്പ്, അങ്ങനെ അസ്വസ്ഥതയൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ചികിത്സ നേടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് തിരുമ്മിയിട്ട് ഇവിടെ ദേവസ്യ കളരിമർമ്മ ഗുരുക്കളുടെ അടുത്ത് വന്ന് ആ ചികിത്സ നേടിയ പിന്നെ എനിക്കത് പൂർണ്ണമായിട്ടും വിട്ടുമാറി, ആ നടുവേദന മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഈ കൈക്കൊരു മരപ്പായിട്ട് അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് വന്നതാണ്. അതുപോലെ എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് ഇവിടെ വന്നിട്ട് ഞാൻ ഗുരുക്കളുടെ അടുത്തുനിന്ന് മരുന്ന് വാങ്ങി. ആദ്യം 1 മാസത്തേനുള്ളൊരു മരുന്നാണ് എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ 6 മാസത്തേന് മരുന്നെടുക്കുകയും അത് പിന്നെ അതിൻ്റെ ആ ബുദ്ധിമുട്ട് ഇതുവരെ പിന്നെ എനിക്ക് വന്നിട്ടില്ല. എൻ്റെ പേര് സജിൻ. ഞാൻ വരുന്നത് മട്ടന്നൂരിൽ നിന്നാണ്. പിന്നെ എനിക്ക് നടുവേദന സംബന്ധമായിട്ടുള്ള അസുഖത്തിനാണ് ഞാൻ ഇവിടെ ചികിത്സ തേടുന്നത്. ഇതിനു മുന്നേ എനിക്ക് 2000 ഞാൻ SLC പഠിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ വീഴ്ചയിൽ നടുവേദന ഉണ്ടായിരുന്നു. നടുവിന് 2 ഹോളുണ്ടായിരുന്നു. അത് കണ്ണൂർ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് അതിന് ചികിത്സ തേടി. അത് കുഴപ്പമില്ലായിരുന്നു. അതിന് ശേഷം പിന്നെ 2021 ഞാൻ ഗൾഫിലേക്ക് പോയി. അവിടെ നിന്ന് എനിക്ക് ചെറുങ്ങനെ വേദന വന്നായിരുന്നു. അവിടെ ട്രീറ്റ്മെൻറ്റ് നേടിയാലും അന്നേരം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ സ്പൈനലിന് ചെറിയ തകരാറുണ്ട്, നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നു. അവിടെ നിന്ന് ചെറിയ എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം കുറച്ച് സുഖം പ്രാപിച്ചു. അതിനുശേഷം പിന്നെ 2025 ഏപ്രിലിൽ പിന്നെയും ഞാൻ ശബരിമലക്ക് പോകേണ്ട ആവശ്യത്തിന് നാട്ടിൽ വന്ന ടൈമിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വേദന വന്നു. ഞാൻ കണ്ണൂർ കുറച്ച് ആശുപത്രിയിൽ കാണിച്ചു. ലാസ്റ്റ് അവരെ ഒപ്പീനിയൻ സർജറി ആയിരുന്നു. അതിനുശേഷം ഞാൻ സർജറിക്ക് സമ്മതിക്കാതെ സെക്കൻഡ് ഒപ്പീനിയനായിട്ട് മംഗലാപുരം കാണിച്ചു. മംഗലാപുരത്തുനിന്നും ലാസ്റ്റ് അവരെ ഡിസിഷൻ ഓപ്പറേഷൻ തന്നെയായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം, പ്രജീഷ് എന്ന സുഹൃത്ത് മുഖാന്തരം ഞാൻ ദേവസ്യ ഗുരുക്കളെ ആയിട്ട് ബന്ധപ്പെട്ടു. ഇപ്പോൾ ഞാൻ ദേവസ്യ ഗുരുക്കളെ ചികിത്സയിലാണുള്ളത്. ഹാഫ് ഡേ ആയി. എനിക്ക് നല്ല സുഖമുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഗുരുക്കൾ പാരമ്പര്യ ചികിത്സ മുഖാന്തരം എനിക്ക് നല്ല സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. വരുന്ന ടൈമിന് ഭയങ്കര വേദനയായിരുന്നു, എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം എനിക്ക് സ്വന്തം കാര്യങ്ങളെല്ലാം തനിയെ ചെയ്യാനുള്ള ഗുരുക്കളെ ചികിത്സ മുഖാന്തരം എനിക്ക് സാധിക്കുന്നുണ്ട്. നല്ല വ്യത്യാസമുണ്ട് ഇപ്പം ഗുരുക്കളെ ചികിത്സ. ഞാൻ വരുന്ന സമയത്ത് എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനോ, എനിക്ക് കാലിൽ ഒരു മരവിപ്പും കാലിലൊരു അസഹനീയമായ വേദനയും നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അതിൽ ഇപ്പോൾ നല്ല ഭേദമുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ വരെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നുള്ള നല്ല മാറ്റമുണ്ട്. ചെറുപ്പം മുതലേ എനിക്ക് ഈ കളരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ താല്പര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചന് അത്യാവശ്യം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. അമ്മ കുട്ടികൾക്കുള്ള ബാലചികിത്സകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള ആൾക്കാർക്കും പ്രസവരക്ഷയും അമ്മച്ചി ചെയ്യാറുണ്ടായിരുന്നു. ആ മരുന്നുകൾ കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിരവധിയായിട്ടുള്ള ആ പഴയ കാലഘട്ടത്തിനനുസരിച്ച് അമ്മച്ചി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ വിട്ടുമാറാത്ത കുട്ടികൾക്കുണ്ടാകുന്ന മഹോദരം, വയറ് വീർക്കുന്ന രോഗത്തിന് അമ്മച്ചി കൃത്യമായിട്ടുള്ള ആയുർവേദ വിധിപ്രകാരമുള്ള മരുന്നുകൾ കൊടുത്ത് സൗഖ്യമാക്കിയ 100-ലധികം കേസുകൾ അമ്മച്ചിയുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊള്ളലിന്, തീപ്പൊള്ളലിനൊക്കെ അമ്മച്ചി മരുന്ന് കൊടുക്കാറുണ്ടായിരുന്നു. ചാച്ചൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരുന്നത് മൃഗചികിത്സയിലാണ്. അന്ന് നമുക്ക് ഈ കന്നേലുകളും ഉഴവ് മൂരികളൊക്കെ അധികം ഉണ്ടായിരുന്ന കാലമായതുകൊണ്ട് കൂടുതൽ അങ്ങനെയുള്ള ചികിത്സകൾക്കാണ് ചാച്ചൻ കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാലും മടിഞ്ഞു വരിക, നടുവിന് വേദന, അതുപോലെ തന്നെ പെടലി ഉളുക്കി വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചാച്ചൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട് എനിക്ക് ഇതിനോട് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒറ്റമൂലിക സമ്പ്രദായത്തിലുള്ള ഉമ്പടി മരുന്നുകൾ ചാച്ചനും അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ഉപകാരപ്രദമായി. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചാണ് ഞാൻ വടകര കളരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കളരി പഠിക്കാൻ അഭ്യസിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുകയും അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ ഞാൻ ഇതിലേക്ക് പോവുകയും നിരവധി പ്രോഗ്രാമുകൾ നമ്മൾ കേരളത്തിനകത്തും പുറത്തും ഞങ്ങൾ ഡെമോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒമ്പടി അവാർഡുകൾ ഞങ്ങളുടെ സംഘത്തിന് കിട്ടാനൊക്കെ ഇടയായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം, ഗുരു കാരണവന്മാരുടെ വലിയൊരു അനുഗ്രഹം എനിക്കുണ്ട്. അതുപോലെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ വലിയൊരു ആശീർവാദവും വലിയൊരു അനുഗ്രഹവും എനിക്ക് ചികിത്സയിലുടനീളം ലഭിക്കാറുണ്ട്.
അപ്പം ഞാൻ എൻ്റെ അരികിൽ വരുന്ന പേഷ്യൻസിനോട് ഞാൻ സാധാരണ പറയാറുള്ളത്, നിങ്ങൾ ശരിക്ക് ഏത് മതത്തിലുള്ള ആളായിക്കോട്ടെ, നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യണം, ദൈവീകപരമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലൂടെ വേണം നിങ്ങൾ വരാൻ. എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നവരോട് ഞാൻ പറയും, എന്നുവെച്ചാൽ ദൈവത്തിന് മാത്രമേ ഇത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്താൻ കഴിയുള്ളൂ. ഞങ്ങളെപ്പോലുള്ള ചികിത്സകരെന്ന് പറയുന്നത് ഒരു കാർമികൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേ ഉള്ളൂ. പക്ഷെ സൗഖ്യം കൊടുക്കുന്നത് ദൈവമാണ്. അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ അരികിൽ നിരവധിയായിട്ടുള്ള ആൾക്കാർ ട്രീറ്റ്മെൻറ്റിന് സ്വദേശത്തും വിദേശത്തു നിന്നുമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. മറ്റ് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ചികിത്സാവിധി എന്ന് പറയുന്നത് മൈഗ്രീന് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, മുടി പിളർക്കുക, അതുപോലെ തന്നെ താരൻ, അങ്ങനെയുള്ള മൊത്തം സ്കിന്നേലൊക്കെ ബാധിച്ച്, തലമുടിയേലും തലയോട്ടിയേലും സ്കിന്നേലൊക്കെ ബാധിച്ച് വളരെ അസ്വസ്ഥതയായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ താരനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ചെവിയിലൂടെ പഴുപ്പ് വരിക, അതുപോലെ തന്നെ മൂക്കിലൂടെ പഴുപ്പ് വരിക, അങ്ങനെ ചെയ്യുന്ന കഫം വരുന്ന ആ ട്രീറ്റ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് വിജയിച്ചിട്ടുണ്ട്. നമ്മൾ അതുംകൂടി ആൾക്കാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ടോൺസിലിന് ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന മർമ്മ ചികിത്സയിൽ ചെയ്യുന്നത് നട്ടെല്ലുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ, അതുപോലെ തന്നെ മറ്റ് ജോയിൻസുകൾക്കുണ്ടാകുന്ന സ്ഥാനപ്രമിശം, അതുപോലെ തന്നെ മറ്റ് അതിനുണ്ടാകുന്ന തകരാറുകൾക്കൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. ഡിസ്ക് ഡ്രൈ ആകുക, അതുപോലെ തന്നെ ഡിസ്ക് പൊട്ടുക, ഡിസ്ക് പൊട്ടിയിട്ട് അല്ലെങ്കിൽ ബൾജ് ചെയ്തിട്ട് നെർവസിന് കംപ്രഷൻ ആകുക, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ അലൈൻമെന്റ് ഫുള്ളായിട്ട് തെറ്റിപ്പോയിട്ട് കശേരുക്കൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ച് ഡിസ്ക് ബൾജ് ചെയ്ത 1000-ലധികം കേസുകൾ നമ്മൾ സാധാരണ ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടുകളുടെ തേയ്മാനം, അതുപോലെ തന്നെ പടവ് മറിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ, പിന്നെ ഷോൾഡറിന് ഈ വോളിബോൾ പ്ലേയേഴ്സ്, ടെന്നീസ് പ്ലേയേഴ്സിനൊക്കെ ഉണ്ടാകുന്ന ഈ എൽബോയ്ക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ, ഷോൾഡർ ഇറങ്ങിപ്പോയിട്ട് സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുള്ള അലൈൻമെന്റിന് തകരാറുകൾ പറ്റിയ കേസുകൾ, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാഡിപ്പിഴകൾ, അതുപോലെ തന്നെ മർമ്മക്ഷതങ്ങൾ, എവിടെയെങ്കിലും വീഴുകയോ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് മർമ്മക്ഷതങ്ങൾ സംഭവിച്ചിട്ട് അത് പരിഹരിക്കാൻ ആധുനിക ശാസ്ത്ര വിധിപ്രകാരം അത് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നെട്ടലിന്റെ തന്നെ സർജറി മാത്രമേ ലാസ്റ്റ് പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞ കേസുകൾ നിരവധി, എൻ്റെ മൊത്തം ജീവിതത്തിലെടുത്ത് ഞാൻ ആയിരക്കണക്കിന് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം സർജറി കൂടാതെ മർമ്മ ചികിത്സയിലൂടെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിഷൻ മേഖലകളിലുള്ള മിഷൻ പ്രവർത്തനം നടത്തുന്ന പുരോഹിതര്, അതുപോലെ സന്യസ്തരൊക്കെ എൻ്റെ രീതിയിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ദൈവത്തിന്റെ കൃപയാൽ അവർക്കൊക്കെ നല്ല പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നേടുവാനും അവർക്ക് അവരുടെ ജീവിതം പഴയയിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. നേഴ്സുമാര് എൻ്റെ ഒരിക്കൽ ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ നാട്ടിൽ വരുമ്പോൾ, സ്വദേശത്ത് വരുമ്പോൾ എൻ്റെ ഒരിക്കൽ വന്നിട്ട് നിരവധിയായിട്ടുള്ള ആൾക്കാർ ട്രീറ്റ്മെന്റ് ചെയ്ത് പോയിട്ടുണ്ട്. അവർക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കൂടിയ പേഷ്യൻസിനെ ഒറ്റയ്ക്ക് പൊന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അലൈൻമെന്റിനുണ്ടാകുന്ന സ്ഥാനഭ്രംശമാണ്. അതുപോലെ തന്നെ അത് മർമ്മക്ഷതത്തിലേക്ക് അത് മാറാറുണ്ട്. ചില കാര്യങ്ങൾ അത് ഊരക്ഷതം എന്നാണ് നമ്മൾ പറയുക. നമുക്ക് എടുക്കാൻ പറ്റാത്ത ലോഡ് നമ്മൾ ഒരു വശത്ത് നിന്നിട്ട് ഒരാളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പൊന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അലൈൻമെന്റ് പ്രോബ്ലമാണ് അത്. അതിന് ഊരക്ഷതം എന്നാണ് അതിന് പറയുക. അതിന് നമ്മൾ മർമ്മ ചികിത്സയിലൂടെ പരിഹാരം കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെ പ്രസവാനന്തരം സംഭവിക്കുന്ന നട്ടലിനുണ്ടാകുന്ന കേടുപാടുകൾ, അതുപോലെ തന്നെ വേദനകൾ, അതുപോലെ തന്നെ പ്രസവത്തിന് മുമ്പ് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ്, അതിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നടുവേദന, അതുപോലെ തന്നെ കാലിന് തെരിപ്പ്, കാലിന് വിറയൽ, കാലിന് നമുക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റാതെ വരിക, മലർന്നു കിടക്കാൻ പറ്റാതെ വരിക, പിന്നെ നട്ടലിന് അലൈൻമെന്റ് പ്രോബ്ലം വന്നിട്ട് അവർക്ക് മലർന്നു കിടക്കാൻ വർഷങ്ങളുമായിട്ട് മലർന്നു കിടക്കാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ട്രീറ്റ്മെന്റിലൂടെ മർമ്മ ചികിത്സയിലൂടെ നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നമ്മുടെ പ്രധാനപ്പെട്ട സെന്ററുകൾ പൈസക്കരിയിലും ഉണ്ട്, അതുപോലെ തന്നെ ചെമ്പേരി പഞ്ചായത്ത് ഓഫീസിന് സമീപം ആണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ബസ് സർവീസുകളുണ്ട്. പിന്നെ ചുവടെ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം അവരുടെ കാര്യങ്ങൾ നമ്മൾ എന്താണെന്നുള്ളത് അവർ പറയുന്നതിനനുസരിച്ച് നമുക്ക് അവർക്ക് അതിന് കണക്കാക്കിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. താമസിച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നു.